ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു മീൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടി നമ്മളിവിടെ സൂത മീനാണ് എടുത്തേക്കുന്നത്. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, ഇവിടെ നമ്മൾ കേതറെന്നും കൂടി പറയും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മളെ ഇൻഗ്രീഡിയൻസൊക്കെ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇത് നമ്മൾ വാട്ടിയെടുക്കുന്ന പോലെയല്ല ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ഈ പച്ച മസാലകളൊക്കെ നമ്മൾ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇടുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം ഒക്കെ കൂടി ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തക്കാളിയും കൂടി ആഡ് ചെയ്യണേ. ഒരു 2 തക്കാളി മതിയാവും. അതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുക. ഇനി ഇതിലേക്ക് വേണം നമ്മൾ ഈ പച്ചമസാലകളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി ഞാനിത് അവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത മിക്സി ഇല്ലേ, അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ മസാലകളും ഇതിലേക്ക് ചേരുന്ന രീതിയിൽ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുളി ആഡ് ചെയ്യണം. പുളി നമ്മൾ വെറുതെ വെള്ളം ഇങ്ങനെ മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ആ പൾപ്പോട് കൂടി തന്നെ പുളിയും അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ മസാലകളും എല്ലാ ഭാഗത്തേക്ക് എത്തിച്ച് നമ്മളിത് മൂടി വെക്കുക. കുറച്ച് നേരത്തേക്ക് ഒരു 10 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്തോട്ടെ. അതിനുശേഷം നമ്മളിവിടെ അത് കല്ലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക. ഉലുവ നന്നായിട്ട് പൊട്ടി വരണം. ഈ ഉലുവ എപ്പോഴും ഈ മീൻ കറിക്കും ചിക്കൻ കറികൾക്കൊക്കെ നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഉലുവയൊക്കെ പൊട്ടി വന്നാലും നമ്മൾ മസാലക്കൂട്ട് അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ടൊരു തവി വെച്ചിട്ട് നമ്മൾ ആ മസാലകളും എണ്ണയൊക്കെ നന്നായി മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തിക്കാം. എന്നിട്ടിത് ഒന്ന് തിളക്കട്ടെ. നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇതിലേക്ക് എനിക്ക് തോന്നി കുറച്ചുകൂടി മുളക് പൊടി ആവശ്യമാണെന്ന്, അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ തന്നെ ചേർത്തു. അതിൻ്റെ കൂടെ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യാൻ വിട്ടുപോയിരുന്നു, അതും കൂടി ചേർക്കുക. അപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്നതിന് ശേഷം മീൻ കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ തലക്കഷ്ണം കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ തലക്കറി ചെയ്യുമ്പോഴും ഇങ്ങനെ മുറിച്ചിടാതെ ഇതേ കൂട്ട് തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അത് നന്നായി തിളച്ച് വരട്ടെ. അതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മീൻ കഷ്ണങ്ങളൊക്കെ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്ക് നല്ല രീതിയിൽ എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മളെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മളൊരു കുറച്ച് കയ്യിലുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഞാൻ ഇത്ര ഇട്ട് കൊടുത്തേ. നമ്മൾ എത്ര കറിവേപ്പില ആഡ് ചെയ്യുന്നോ അത്രയും ടേസ്റ്റ് അതിന് കൂടും. അപ്പോൾ ഇവിടെ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്താൽ നല്ലൊരു ഫ്ലേവറായിരിക്കും കറിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. കുറച്ച് കഴിയുമ്പോഴേക്ക് കുറച്ചുകൂടി തിക്കാവും കറി. അപ്പോൾ നമ്മളുടെ നല്ല രീതിയിലുള്ള കേരമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.